ഇന്ത്യ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് ബോംബെയിൽ അന്ന് നെഹ്റു നടത്തിയ ഒരു വാർത്താ സമ്മേളനം ACC നേതൃത്വത്തിൽ മുഴുവൻ അമ്പരപ്പിച്ച ഒരു വാർത്താ സമ്മേളനമായിരുന്നു. കാരണം അതിന് ഏകപക്ഷീയമായി CWCയുടെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി നെഹ്റു പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി എന്തെന്ന് ഇന്ത്യ തീരുമാനിക്കും, അത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞതോടുകൂടിയാണ് ലീഗും കടുപിടുത്തം പിടിച്ച് ഇന്ത്യ വിഭജിച്ച ചരിത്രമൊക്കെ നമ്മുടെ മുൻപാകെ ഉള്ളത്. എങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി മാറിയത്? വലിയ ഒരു അട്ടിമറി അതിന്റെ പിന്നിലുണ്ട്. പട്ടേൽ അടക്കമുള്ള അന്നത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ട് നെഹ്റുവിന്റെ വീറ്റോ പവർ ഉപയോഗിച്ചാണ് നെഹ്റു മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ ഗവർണർ ജനറലായി അവരോധിച്ചത്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും സാദര നമസ്കാരം. എന്റെ മുൻപിലിരിക്കുന്ന ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരുടെ ത്യാഗം തന്നെയാണ് എന്നെ പോലെയുള്ള ഒരു പുതുതലമുറയുടെ പ്രതിനിധിക്ക് ഈ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി സഞ്ചരിക്കാനും അഭിപ്രായം പറയാനുമുള്ള സാഹചര്യം ഒരുക്കിയത് എന്ന തിരിച്ചറിവ് ഏറെ വിനയാന്വിതനാക്കുകയാണ്. കാരണം എന്നെ പോലെയുള്ള തലമുറകൾ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം സ്വാതന്ത്ര്യ സമരം നയിച്ച് ഈ രാജ്യത്തെ അതിന്റെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവർ നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇവിടെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വേദി പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇന്ത്യയുടെ സൗമനസ്യം കൊണ്ടൊന്നുമല്ല 21 മാസത്തെ ദുർഭരണം പിൻവലിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും നിങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവനും ജീവിതവും കൊടുത്തപ്പോഴാണ് ഭാരതം തിരികെ വന്നത്. പുതിയ തലമുറയുടെ പ്രമുഖ എന്ന നിലയിൽ നിങ്ങൾ നടത്തിയ ആ ധീരോദാത്തമായ പോരാട്ടത്തെ, ചെറുത്തുനിൽപ്പിനെ ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് നമസ്കരിക്കുക. ഇവിടെ അടിയന്തരാവസ്ഥയെ പറ്റി ഞാൻ പറയുക എന്നുള്ളത് ഏറെ ക്ലേശവും വിഡിത്തരവുമായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം ജനിച്ച ആളാണ് ഞാൻ. പക്ഷേ സംഘത്തിൽ പ്രവർത്തിച്ച കാലം മുതൽ തന്നെ വായിക്കുകയും അടിയന്തരാവസ്ഥയെ പറ്റി മനസ്സിലാക്കുകയും നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഈ വേദിയിൽ നിൽക്കാനുള്ള എന്റെ യോഗ്യത. അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ എന്നതാണല്ലോ സമകാലിക ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. തീർച്ചയായും ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ആ അടിയന്തരാവസ്ഥയുടെ പ്രയോക്താക്കൾ എന്തായാലും ഭരണകക്ഷിയായിരിക്കില്ല എന്നത് മാത്രമേ അതിനുള്ള വ്യത്യാസമുള്ളൂ. കാരണം അടിയന്തരാവസ്ഥയുടെ പ്രയോഗം അങ്ങനെയൊന്നും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകില്ല. അത് അവരുടെ ജീനിലുള്ളതാണ്. അത് കേവലം ഇന്ദിര എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മേൽ മാത്രം ചാർത്തി കൊടുത്തത് കൊണ്ട് അടിയന്തരാവസ്ഥയുടെ പാപഭാരത്തിൽ നിന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പിന്മാറാൻ അല്ലെങ്കിൽ മുൻപോട്ടേക്ക് പോകാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രവർത്തനം സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ തന്നെയുള്ള പ്രവർത്തനം ഈ രാഷ്ട്രത്തിന് തുരങ്കം വെക്കുന്നതായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അത് ഒരുപക്ഷെ മോത്തിലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ തുടങ്ങുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. 1885 അല്ലെങ്കിൽ ഒക്ടോബർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം തന്നെ എന്തിനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ പൊതുസമൂഹവുമായി ഇടപെടാനുള്ള ഒരു സേഫ്റ്റി വാൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭാവിയിൽ ഉടഞ്ഞുകൂടിയേക്കാവുന്ന ദേശാഭിമാനത്തെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ വഴിതിരിച്ചു വിടാൻ പറ്റുന്ന ഒരു ഔട്ട്ലെറ്റ് എന്ന തരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടേക്ക് ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകരെയും പോലെയുള്ള ദേശീയവാദികൾ കടന്നു വരുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദേശീയ സ്വഭാവം, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ പറ്റിയുള്ള ചിന്ത തന്നെ ഉണ്ടായത്. നമുക്കറിയാം, തിലകനാണ് ആദ്യമായി സ്വരാജ്യം
എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തെത്തിയെങ്കിൽ അന്നത്തെ പ്രക്ഷോഭങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചു. അന്ന് മുതൽ പിന്നീട് 1919 കൂടിയാണ് മഹാത്മാഗാന്ധി ഭാരതത്തിൽ തിരികെ എത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായി പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെയായി. പക്ഷെ അന്ന് മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശക്തമായ ചേരി രൂപം കൊണ്ടിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മറ്റാരുടെയും നേതൃത്വത്തിലായിരുന്നില്ല. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഒരു ചേരി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഇന്ത്യ വിരുദ്ധ മനസ്ഥിതി എന്നുള്ളത് ഇന്ന് ഈ കാണിക്കുന്ന രാഹുലിന്റെയോ അല്ലെങ്കിൽ രാഹുൽ ഉപദേശം കൊടുക്കുന്ന ഏതെങ്കിലും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാഹുൽ സ്വീകരിക്കുന്ന ഏതെങ്കിലും അപക്വമായ നിലപാടുകളാണ് എന്ന് നാം കരുതരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് രാഹുൽ എന്ന് പറയുന്ന കേവലം ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് തോന്നുന്ന വികലമായ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത നയങ്ങളൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മോത്തിലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ദേശീയതയെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് സ്വന്തം മകനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് മോത്തിലാൽ നെഹ്റു അവരോധിക്കുന്നത്. ആ ചരിത്രം നിങ്ങൾ 1928 മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. പിന്നെ 29 തന്റെ സക്സസറായി അവിടേക്ക് കൊണ്ടുവരുന്നത് നെഹ്റുവിനെയാണ്. പക്ഷെ അതിനു മുൻപ് നെഹ്റുവിനേക്കാൾ വലിയ സീനിയർ ആയ നേതാവായിരുന്ന സർദാർ പട്ടേലിനെ അട്ടിമറിച്ചുകൊണ്ട് ഗാന്ധിയുടെ സഹായത്തോടു കൂടി ഒക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വലിയൊരു അട്ടിമറി ഉണ്ടായത്. കാരണം അന്ന് മോത്തിലാൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ധനാഢ്യനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല പ്രവർത്തനങ്ങളുടെയും സ്പോൺസർ എന്നുള്ളത് മോത്തിലാൽ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായും അച്ഛന്റെ പണക്കൊഴുപ്പിൽ ആധുനിക കാലത്തും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അല്ലെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസ്മെന്റുകളാണ്. നമുക്കറിയാം പല ആൾക്കാർക്കും എങ്ങനെയാണ് MP സ്ഥാനവും രാജ്യസഭാ സീറ്റും ഒക്കെ കോൺഗ്രസ് കിട്ടിക്കൊണ്ടിരുന്നത് ചരിത്രമാണ്. ഇത് തന്നെയാണ്. അപ്പൊ ഈ സർദാർ പട്ടേലിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ തലപ്പത്ത് എത്തിയ കാലം മുതൽ തന്നെ നെഹ്റു നടപ്പാക്കിക്കൊണ്ടിരുന്ന വികലമായ അല്ലെങ്കിൽ നെഹ്റുവിയൻ എന്ന് തന്നെ ആ പദം അദ്ദേഹത്തിന് തന്നെ ചാർത്തി കൊടുക്കലായിരിക്കും ഏറ്റവും നല്ലത്. നെഹ്റുവിയൻ ശൈലിയിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അദ്ദേഹം നാം വിചാരിക്കാത്ത തലത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇവിടെ രാംകുമാർ സാർ പറഞ്ഞു 150% ശരിയായ ഒരു പ്രസ്താവനയായിരുന്നു. ഒരുപക്ഷെ ജിന്ന എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരായിരുന്നു പാകിസ്ഥാന്റെ രൂപീകരണത്തിന് പ്രവർത്തിച്ചത് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദം ഉണ്ടാക്കി കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ജിന്ന മതേതരവാദിയായിരുന്നു എന്ന് നമ്മുടെ പഴയ അദ്വാനിയുടെ പ്രസ്താവന. ഒരുപക്ഷെ അതിനെ കൃത്യമായ രീതിയിൽ വരികൾക്കിടയിലൂടെ വായിച്ചിരുന്നുവെങ്കിൽ നാം മറ്റൊരു കൺക്ലൂഷനിലേക്ക് എത്തുമായിരുന്നു. കാരണം 1937 ഓർമ്മ ഇന്ത്യൻ പ്രോവിൻസുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉത്തർപ്രദേശ് പ്രോവിൻസ് അടക്കമുള്ളിടത്ത് കോൺഗ്രസ് അധികാരത്തിൽ എത്തുമ്പോൾ ലീഗ് 1906 തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്നു. ജിന്നയുടെ നേതൃത്വത്തിൽ ലീഗ് ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ ലീഗിന്റെ 2 മന്ത്രിമാരെയും മന്ത്രിസഭയിൽ എടുക്കണമെന്ന ജിന്നയുടെ ആവശ്യത്തോട് കടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നെഹ്റു സ്വീകരിച്ച കടുപിടുത്തമാണ് ജിന്നയെ വലിയൊരു വംശീയവാദിയിലേക്കും ഒരുപക്ഷെ ഒരു മതവാദിയിലേക്കും വഴിതിരിച്ചു വിട്ടത് എന്ന് ചരിത്രം പരിശോധിച്ച മനസ്സിലാക്കും. കാരണം ജിന്ന വളരെ ലിബറലായ മനുഷ്യനായിരുന്നു. പന്നിമാംസം കഴിക്കുന്ന, സ്കോച്ച് വിസ്കി കഴിക്കുന്ന, ചുരുട്ട് വലിക്കുന്ന, നിസ്കരിക്കാത്ത, ഖുർആൻ വായിക്കാത്ത വളരെ ലിബറലായ ഒരു ജിന്നയെ എങ്ങനെയാണ് പാകിസ്ഥാൻ പോലെയുള്ള ഒരു മതരാഷ്ട്രത്തിന്റെ പിതാവായി ആര് മാറ്റി എന്ന് ഒരുപക്ഷെ ചരിത്രം ഭാവിയിലെങ്കിലും വിലയിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നെഹ്റുവിന്റെ ഇത്തരം കടുപിടുത്തങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കുടിലതകളിലേക്കും ചെന്നെത്തുന്നത്. ഇത് ഒരു ഉദാഹരണമല്ല, ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. 1947 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോ ക്യാബിനറ്റ് മിഷൻ അന്ന് എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അധികാര വിഭജനം, ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം നൽകണം എന്നതിനെ പറ്റി ആലോചിക്കാൻ ക്യാബിനറ്റ് മിഷൻ വരുമ്പോൾ കോൺഗ്രസിനോടും ലീഗിനോടും ചർച്ച നടത്തുന്നു. ചർച്ച പരാജയപ്പെട്ടു. പക്ഷെ അന്നത്തെ ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്ന ക്രിസ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവർ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുകയും ഞങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യ അതേപോലെ തന്നെ വിട്ടിട്ട് പോകാം, ഇന്ത്യയെ വിഭജിക്കേണ്ടതില്ല എന്നതായിരുന്നു ബ്രിട്ടന്റെ ഒരു പരിധിവരെയുള്ള നിലപാട്. അതിനെ അന്നത്തെ AICC
സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു അട്ടിമറിയിൽ കൂടിയാണ് നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. 1946 ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. ആ 46 ഗവൺമെന്റില് നെഹ്റുവാണ് പ്രധാനമന്ത്രിയായത്. എങ്ങനെ നെഹ്റു പ്രധാനമന്ത്രിയായി? അവിടെയാണ് വലിയൊരു അട്ടിമറി. കാരണം അന്നുണ്ടായിരുന്ന 15 പ്രോവിൻസുകൾ, വോട്ടധികാരമുള്ള 15 കോൺഗ്രസിന്റെ 15 പ്രവിശ്യ PCCകൾ, പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളിൽ 15 എണ്ണം വോട്ടെടുപ്പ് നടത്തി. ആരാകണം അടുത്ത പ്രസിഡന്റ്? കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ നെഹ്റുവും കൃത്യമായി കരിക്കളം നിൽക്കുകയും, പക്ഷേ ഗാന്ധി, അതായത് വോട്ടെടുപ്പിന് 6 ദിവസം മുമ്പ് തന്നെ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് നെഹ്റുവാണ് എന്റെ കാൻഡിഡേറ്റ്. നമുക്കറിയാം, നിങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് ഗാന്ധി കാണിച്ചിട്ടുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. പട്ടാഭി സീതാരാമയ്യയോട് സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച് വിജയിച്ചപ്പോൾ ഗാന്ധി അന്ന് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെ പിന്നീടാണ് സുഭാഷ് ബോസും ഗാന്ധിയുമായിട്ടുള്ള പരസ്യമായ സംഘർഷം ഉണ്ടാകുന്നതും ബോസ് കോൺഗ്രസ് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് കൃത്യമായി മോത്തിലാൽ നെഹ്റു ഉണ്ടാക്കിയെടുത്ത ഒരു ധാര, അത് എക്കാലവും ഈ വിമത പ്രവർത്തനങ്ങളുമായി മുൻപോട്ടേക്ക് പോയിരുന്നു. അപ്പൊ ഈ പട്ടേല് ഈ അന്ന് PCCകളിൽ നടന്ന അഭിപ്രായ വോട്ടെടുപ്പ്, അല്ലെങ്കിൽ അന്നത്തെ വോട്ടെടുപ്പിൽ 15 PCCകളിൽ 12 എണ്ണവും സർദാർ പട്ടേലിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച. 3 PCCകൾ തീരുമാനമേ എടുത്തില്ല, അവരാർക്കും വോട്ട് ചെയ്തില്ല. നെഹ്റുവിന് ഒരു വോട്ട് പോലും കിട്ടിയില്ല. പക്ഷേ 1947 ആ ജനവിധിയെ ഗാന്ധിയാണ് അട്ടിമറിച്ചതെന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് ഗാന്ധിക്ക് കോൺഗ്രസിൽ ഒരെണ്ണം മെമ്പർഷിപ്പ് പോലും ഇല്ല. ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും ഇല്ല. 30കളിൽ തന്നെ ഗാന്ധി കോൺഗ്രസിനോട് പിണങ്ങി. ഗാന്ധി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിന് രാജിവെച്ച ഗാന്ധിയാണ് വെളിയിൽ ഇരുന്നു കൊണ്ട് ചരട് വലിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആചാര്യ കൃപലാനി അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് സർദാർ പട്ടേലിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതും ഒരു വോട്ട് പോലും കിട്ടാത്ത നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 46-ൽ പ്രസിഡന്റ് ആകുന്നു. 47-ൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ ക്യാബിനറ്റ് മിഷൻ വന്നപ്പോ അവർ ഇന്ത്യയെ ആസിറ്റീസ് വിട്ടുപോകാൻ തീരുമാനിച്ച സമയത്താണ് നെഹ്റു ACC അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, പറ്റില്ല, ഇന്ത്യ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് ബോംബെയില് അന്ന് നെഹ്റു നടത്തിയ ഒരു വാർത്താ സമ്മേളനം, ACC നേതൃത്വത്തിൽ മുഴുവൻ അമ്പരപ്പിച്ച ഒരു വാർത്താ സമ്മേളനമായിരുന്നു. കാരണം അതിന് ഏകപക്ഷീയമായി CWCയുടെ തീരുമാനത്തിന്റെ ഘടകവിരുദ്ധമായി നെഹ്റു പ്രഖ്യാപിക്കുകയാണ്, ഇന്ത്യയുടെ ഭാവി എന്തെന്ന് ഇന്ത്യ തീരുമാനിക്കും, അത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞതോടുകൂടിയാണ് ലീഗും കടുംപിടുത്തം പിടിച്ച് ഇന്ത്യ വിഭജിച്ച ചരിത്രമൊക്കെ നമ്മുടെ മുൻപാകെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നിരവധി കടുംപിടുത്തങ്ങളും കുടിലതകളും കൊണ്ടാണ് നെഹ്റു കുടുംബം ഇന്ത്യയിൽ 1-ാം നമ്പർ കുടുംബമാകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അത് ഒരു പരിധിവരെ അവരത് വിജയിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പിന്തുടർച്ചയായി വേണം നാം ഇന്ദിരയെയും രാജീവിനെയും സോണിയെയും രാഹുലിനെയും ഒക്കെ കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു ആഗോള പ്ലോട്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു എന്നുള്ളത് കേവലം അദ്ദേഹം വലിയ സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ വലിയ സോഷ്യലിസ്റ്റ് എന്നൊക്കെ സ്വയം അന്താരാഷ്ട്ര ഇന്നത്തെ നമ്മുടെ ശശി തരൂരിനെ പറ്റി പറഞ്ഞു ആഗോള പൗരൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായി അവകാശപ്പെട്ട ആൾ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ആഗോള പൗരത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാരവും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖംമൂടിയും. അത് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ 47-ന് ശേഷം എങ്ങനെയാണ് കശ്മീരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായപ്പോൾ നെഹ്റുവിന്റെ ഇടപെടൽ വലിയ പഠന വിധേയമായി, അല്ലെങ്കിൽ നിരവധി ചെറുപടങ്ങളിൽ വിധേയമായതുകൊണ്ട് ഞാൻ അതേപറ്റി പ്രവേശിക്കുന്നില്ല. പക്ഷേ മഹാരാജാ ഹരിസിംഹൻ ഒരു മുൻവിധിയും കൂടാതെ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റും വെക്കാതെ, ഒരു വ്യവസ്ഥയും വെക്കാതെ ഇന്ത്യൻ യൂണിയനിൽ നിരുപാധികമായി ചേരാൻ തയ്യാറായപ്പോഴും അവിടെയാണ് മൗണ്ട് ബാറ്റന്റെ ഇടപെടൽ. എങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി മാറിയത്? വലിയ ഒരു അട്ടിമറി അതിന്റെ പിന്നിലുണ്ട്. പട്ടേൽ അടക്കമുള്ള അന്നത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ട് നെഹ്റുവിന്റെ വീറ്റോ പവർ ഉപയോഗിച്ചാണ് നെഹ്റു മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ ഗവർണർ ജനറലായി അവരോധിച്ചത്. നോക്കൂ, ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടും ഇന്ത്യക്ക് എന്തിനായിരുന്നു ബ്രിട്ടീഷുകാരുടെ സഹായം? തൊട്ടപ്പുറത്ത് ഇതിലും ശേഷിയും പ്രതിഭകളും ഇല്ലാത്ത പാകിസ്ഥാൻ പോലും അവരുടെ ഗവർണർ ജനറലായി ഒരു ബ്രിട്ടീഷുകാരനെയും അടുപ്പിച്ചില്ല. പക്ഷെ ഇന്ത്യയിൽ മൗണ്ട് ബാറ്റനെ ഗവർണർ ജനറലായി തുടരാൻ അനുവദിക്കുകയും അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി മൗണ്ട് ബാറ്റൻ അവരോധിക്കപ്പെടുകയും ചെയ്ത സംഭവം കൂടി നാം കൂട്ടി വായിക്കണം.
മൗണ്ട് ബാറ്റനെ പറ്റി അന്നത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ അവരുടെ ബ്രിട്ടീഷ് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വരി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ അദ്ദേഹം അതായത് ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ ഉണ്ടാക്കിയ ഒരു ഓഫീസറായിട്ടാണ് മൗണ്ട് ബാറ്റനെ ബ്രിട്ടീഷ് നേവിക്കാർ കണ്ടിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് നേവിക്ക് ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ ഉണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി രംഗപ്രവേശം ചെയ്യുകയും പിന്നീടാണ് ഹരിസിംഹൻ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ അക്കോർഡ് വാങ്ങി വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് മൗണ്ട് ബാറ്റൻ മറ്റൊരു കത്തയക്കുകയാണ്. നിങ്ങളെടുത്ത തീരുമാനം അവിടുത്തെ ജനങ്ങളുടെ വില്ലിനനുസരിച്ച് തീരുമാനിക്കപ്പെടും എന്ന ഒരു കത്തയച്ചതോടുകൂടിയാണ് വീണ്ടും കശ്മീരിന്റെ പ്രത്യേക പദവി അടക്കമുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ നിരവധി ക്രൂഷ്യൽ ഇടവേളകളിൽ നെഹ്റു ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മൗണ്ട് ബാറ്റനും നെഹ്റുവും തമ്മിലുള്ള ഒരു ബന്ധം, അതിന്റെ മറ്റ് പിന്നാമ്പുറങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എന്തോ ഒരു അടിമയെ പോലെ, മൗണ്ട് ബാറ്റന്റെ അടിമയെ പോലെയായിരുന്നു നെഹ്റുവിന്റെ പെരുമാറ്റം. മൗണ്ട് ബാറ്റന്റെ ഇംഗിതത്തിനനുസരിച്ചായിരുന്നു. കാര്യം ബ്രിട്ടീഷുകാരന് കശ്മീർ ഒരു സ്വതന്ത്രമായി നിൽക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ കൈവശം കശ്മീർ ഇരിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങളില് അതെ മൗണ്ട് ബാറ്റൻ ഉപാധി വെച്ചതോടുകൂടിയാണ് വീണ്ടും കശ്മീർ പ്രശ്നങ്ങളുടെ മേഖലയായി മാറുന്നത്. അങ്ങനെ ഇത്തരത്തിൽ നിരവധി ഇടപെടലുകൾ നെഹ്റു നടത്തി. അതിന്റെ പിന്നാമ്പുറം മാത്രമാണ്, അല്ലെ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മാത്രമാണ് ഇന്ദിര 75-ൽ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ. കാരണം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തണം എന്നുള്ളത് ഏതോ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ആരുടെയും അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നത് പോലെയായിരുന്നു അന്നത്തെ നെഹ്റുവും മോത്തിലാലും പിന്നീട് വന്ന അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചു. നിങ്ങൾക്കറിയാം ഇന്ദിരയുടെ കാലഘട്ടത്തിലും ഈ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും എങ്ങനെയാണ് USSR ഇന്ത്യയിൽ പിടിമുറുക്കിയത്. CIA മാത്രമായിരുന്നില്ല, KGB അറിയാം, മിത്രോഖ്യൻ ആർക്കൈവ് എന്ന് പറയുന്ന പിൽക്കാലത്ത്, അതായത് അന്നത്തെ USSRന്റെ ചാരസംഘടനയാണ് KGB. ആ KGBയുടെ ലൈബ്രറിയൻ എന്ന തരത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്യുമെന്റ് സൂക്ഷിപ്പുകാരൻ കൂടിയായ ഒരു ചാരനായിരുന്നു വാസിലി മിത്രോഖ്യൻ. അദ്ദേഹം പുറത്തുവിട്ട കാര്യം, USSR തകർന്നതിന് ശേഷം കയ്യിൽ കിട്ടിയ രേഖകളുമായി മിത്രോഖ്യൻ അമേരിക്കയിലേക്ക് രക്ഷപ്പെടുകയും അമേരിക്കയിൽ ചെന്ന് ലണ്ടനിലും അമേരിക്കയിലും ഒക്കെയായി ചെന്നിട്ടാണ് അദ്ദേഹം ആ രേഖകൾ മുഴുവൻ പുറത്തുവിട്ടത്. അപ്പൊ ആ രേഖകളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യ പോലെയുള്ള ഒരു ഏഷ്യൻ രാജ്യത്ത് അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ KGB എങ്ങനെയാണ് പിടിമുറുക്കിയത് എന്നതിനെ പറ്റി വ്യക്തമായ രേഖകൾ അത് പുറത്തു വെച്ചിട്ടുണ്ട്. ആ 2014 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഇതിന്റെ പ്രദർശനം നടത്തിയത്. അതായത് മിത്രോഖ്യൻ പുറത്തുവിട്ട രേഖകളുടെ പ്രദർശനം അവിടുത്തെ ചർച്ചിൽ ആർക്കൈവ് സെന്ററിൽ നടത്തിയിരുന്നു 2014. 2005 ഈ വാർത്തകൾ പുറത്തു വന്നത്. അപ്പൊ അന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്ദിര മന്ത്രിസഭയിലെ 7 മന്ത്രിമാർ USSRന്റെ സ്റ്റൂജികളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പേറോളിലുള്ളവരായിരുന്നു 7 മന്ത്രിമാരെന്ന വലിയ വെളിപ്പെടുത്തൽ മിത്രോഖ്യൻ പുറത്തുവിട്ടു. ഇന്ദിരാഗാന്ധി USSRൽ നിന്നും നേരിട്ട് പണം പറ്റിയതായി മിത്രോഖ്യൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 20 മില്യൺ ഇന്ത്യൻ റുപ്പി ആണ്, 2 കോടി രൂപയോളമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പെട്ടിയിൽ എത്തിച്ചിരുന്നതായി മിത്രോഖ്യൻ പുറത്തുവിട്ട രേഖകളിലുണ്ട്. നോക്കൂ, എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ ചാരസംഘടനയിൽ നിന്ന് പണം വാങ്ങിയത്? ഇതിന് കോൺഗ്രസിന് പങ്കൊന്നുമില്ലേ? അല്ലെങ്കിൽ യാദൃശ്ചികമായി സംഭവിച്ചതാണോ? അത് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ദിരയ്ക്ക് പണം കൊണ്ടുകൊടുത്ത പെട്ടി പോലും തിരികെ കിട്ടിയിട്ടില്ല എന്ന് അവര് ഈ മിത്രോഖ്യൻ എന്താണ് പറഞ്ഞ സാന്ദർഭികമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം പണം കൊടുത്ത പെട്ടി പോലും അവർ തിരിച്ചു കൊടുത്തില്ല, പെട്ടി ഉൾപ്പെടെ ഇന്ദിര തിരിച്ചെടുത്തു, കൈവശം വെച്ചു എന്ന് പോലും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ദിര USSRൽ ചെല്ലുമ്പോൾ വളരെ ചെറുപ്പത്തിൽ, അതായത് 53 ഇന്ദിര USSR ആദ്യമായി സന്ദർശിക്കുന്നത്. അപ്പൊ ആ USSR ഇന്ദിര സന്ദർശിക്കുമ്പോൾ എങ്ങനെയാണ് KGB ചാരന്മാരെ ഇന്ദിരയെ ട്രീറ്റ് ചെയ്തത്? അവിടെ മിത്രോഖ്യൻ ആർക്കൈവ്സിലുണ്ട്, നിങ്ങൾ ആർക്കും പരിശോധിക്കുക, ഇത് അവൈലബിൾ ആണ്. അതിന് പറയുകയാണ് അതിസുന്ദരന്മാരായ പുരുഷന്മാരെ ഇന്ദിരയ്ക്ക് ചുറ്റും, ഇന്ദിരയുടെ എല്ലാ ആക്ടിവിറ്റികളും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് സഹായികളെ എയ്ഡായി കൊടുത്തത് അതിസുന്ദരന്മാരായ KGB ചാരന്മാരെയായിരുന്നു. എന്നിട്ട് ഇന്ദിര അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് തന്റെ അച്ഛനയച്ച കത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ കിട്ടിയ സ്വീകരണത്തിൽ ഞാൻ
തലകറങ്ങിപ്പോയി എന്നാണ് ഇന്ദിര പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ല അവധിക്കാലം ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ദിര നെഹ്റുവിന് അയച്ച കത്തുകളും മിത്രമൊക്കെയും പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര രേഖകളാണ്. അപ്പൊ ഈ രേഖകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അതുപോലെ ഒത്തിരി സംഭവങ്ങൾ പറയാറുണ്ട്. എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനത് നിർത്തുകയാണ്. ഇന്ദിരയുടെ രഹസ്യ പേര് വാനോ എന്നായിരുന്നു, VANO എന്നായിരുന്നു KGB രഹസ്യമായി ഇന്ദിരയ്ക്ക് കൊടുത്ത കോഡ്. അപ്പൊ ഇവരുടെ പേറോളിലായിരുന്നു ഇന്ദിരയുടെ മന്ത്രിസഭയിലെ 7 മന്ത്രിമാർ, സ്വയം ഇന്ദിരാഗാന്ധി തന്നെ. എന്നിട്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് 1973 ഇന്ത്യയിലെ 10 ദിനപത്രങ്ങൾ ഒരു ന്യൂസ് ഏജൻസി KGBയുടെ പേറോളിലുള്ളതായിരുന്നു. ഏകദേശം 3500 ലേഖനങ്ങളാണ് KGB ഇന്ത്യയിൽ പത്രങ്ങൾ വഴി എന്താണ് പ്ലാൻ ചെയ്തത്. ഇതൊക്കെ ഇന്നും സംഭവിക്കുന്നുണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഇന്ന് വെബ്സൈറ്റുകൾ വഴിയാണെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം പർവീൻ ബുർഖായസ്ത പോലെയുള്ള നെവിൽ സിംഗം റോയ് പോലെയുള്ള പേരുകൾ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ നെവിൽ സിംഗം റോയ് എന്ന് പറയുന്ന അമേരിക്കൻകാരനായ, പാതി ശ്രീലങ്കക്കാരനായ, പാതി ഐറിഷുകാരനായ ഒരു വ്യവസായി എങ്ങനെയാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്ന സോറോസ് ഉൾപ്പെടെയുള്ള ജോർജ് സോറോസ് അടക്കമുള്ള പേരുകൾ. ഇതിന്റെ ഒക്കെ പിന്നിൽ വലിയൊരു അച്യുതണ്ട്. അവരുടെ എക്കാലത്തെയും ടാർഗറ്റ് ആയിരുന്നു ഇന്ത്യ. കാരണം ഇന്ത്യയെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ത്യ ഒരു ടാർഗറ്റ് ആയിരുന്ന ഇന്ത്യയെ എങ്ങനെയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാം, അത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ പറ്റിയില്ല. അതിനുശേഷം ഇന്ദിരയെ അവർ ഉപയോഗപ്പെടുത്തി അടിയന്തരാവസ്ഥ നടന്നു. നിങ്ങൾ നോക്കൂ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ആരാണ് ഇന്ദിരയെ പിന്തുണച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അത് CPM-കാര് പുറത്തെ CPI-കാരോടുള്ള ഒറ്റ വിരോധം കൊണ്ടാണ് CPM-കാർ ഇപ്പുറത്ത് നിന്നത്. അല്ലാതെ CPM-ന് അടിയന്തരാവസ്ഥയോട് ഒരു വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ചൈനയും റഷ്യയുമായി 2 ചേരിയിൽ നിന്നതുകൊണ്ട്, റഷ്യൻ ചേരിയിൽ CPI പെട്ടുപോയത് കൊണ്ടും, CPM-കാര് വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന നിലയിൽ ചൈനീസ് ചേരിയിലായതുകൊണ്ടും മാത്രമാണ് അന്ന് പേരിനെങ്കിലും ജനസംഘത്തോടൊപ്പം, ലോക സംഘർഷ സമിതിയോടൊപ്പം സഹകരിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത്. പിന്നെ നടന്ന ചരിത്രങ്ങൾ നമ്മുടെ രാമപിള്ള സാർ അടക്കമുള്ളവർ എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പറയില്ല. എങ്ങനെയാണ് VS അച്യുതാനന്ദൻ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടും നയനാരും അടക്കമുള്ളവർ ഈ നമ്മളുടെ ലോക സംഘർഷ സമിതിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചതും സഹകരിക്കാതിരുന്നതും, അറസ്റ്റിലായപ്പോൾ അവർക്ക് ജയിലിൽ കിട്ടിയ സുഖ സൗകര്യങ്ങളെ പറ്റിയൊക്കെ എനിക്കൊന്ന് മൻമോഹൻ സാറും നമ്മുടെ രാമപിള്ള സാറും എഴുതിയിട്ടുണ്ട്. MP മൻമോഹൻ സാർ ആത്മകഥയിലുണ്ട്. ഞാനും രാമൻപിള്ളയും രാജഗോപാലും അടക്കമുള്ളവർ ഈ ലോക സംഘർഷ സമിതി നടത്തിയ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് പട്ടിണി കിടന്നും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുമ്പോൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെല്ലി യോഗം ചേർന്നിട്ട് അവര് സമരം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ മൻമോഹൻ സാറൊക്കെ വിചാരിച്ചു എന്തോ അടിയന്തരാവസ്ഥക്കെതിരെ സമരമാണ്. അപ്പോൾ EMS പറഞ്ഞു, നമുക്ക് നല്ല കമ്പിളി കിട്ടാൻ അവകാശമുള്ളവരാണ്, നമ്മൾ രാഷ്ട്രീയ തടവുകാരാണ്, നല്ല കമ്പിളിക്ക് വേണ്ടി സമരം ചെയ്യണമെന്ന് പറഞ്ഞ് മൻമോഹൻ സാർ ആത്മകഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എങ്ങനെയാണ് രാമപിള്ള സാർ EMS-നെ കാണാൻ ചെന്നപ്പോൾ വളരെ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ പുറത്തുവിട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുയോഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയത് CPM-ആണ്. കാരണം എന്താ? അവർക്ക് നിർഭയം പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിരുന്നു. EMS-നും VS-നും അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാർക്കും. പിന്നെ പിണറായി വിജയൻ അടികൊണ്ടുവന്നത് കൈകരിപ്പോട്ടാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. പോലീസുകാരോട് അന്നത്തെ കാലത്തെ അദ്ദേഹത്തിന്റെ ചെറുപ്പവും ആ സ്വഭാവവും വെച്ച് അടികൊണ്ടു എന്നത് യാഥാർത്ഥ്യം. ചില ചെറുപ്പക്കാർക്ക് അടി കൊണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ആസ് എ ഹോൾ, CPI ആയിരുന്നു ഇന്ദിരയ്ക്ക് എല്ലാ സംരക്ഷണവും. എന്തുകൊണ്ടാണ്? USSR-ന്റെ KGB-യുടെ ഇടപെടൽ. അന്നത്തെ CPI-യുടെ സെക്രട്ടറിയായ അജയ് ഘോഷിന്റെ നേതൃത്വത്തിൽ USSR-മായി എക്സ്പോർട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അടക്കമുള്ള 10 പേർ ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ച് അവർ റഷ്യയുമായി ഇമ്പോർട്ട് എക്സ്പോർട്ട് വ്യാപാരം നടത്തുകയും അന്നത്തെ കാലത്ത് 3 മില്യൺ രൂപ ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ നടത്തിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ നിങ്ങൾ പിന്നീട് പരിശോധിക്കണം. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പക്ഷേ സോവിയറ്റ് ലാൻഡ് എന്ന് പറയുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാഗസിൻ വന്നിട്ടില്ല, എന്താ ക്വാളിറ്റി, ഇന്നത്തരം ക്വാളിറ്റി പേപ്പറിൽ ഒരു മാഗസിൻ അടിക്കുന്നുണ്ടോ സോവിയറ്റ് ലാൻഡിന്റെ? എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ വന്നത്? അപ്പൊ ഇത്തരം ഇടപെടലുകൾ KGB-യുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടന്നതിന്റെ ഒരു ചെറിയ അനുരണനം മാത്രമായിരുന്നു അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ചതോടുകൂടി നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഗാന്ധി വധക്കേസിൽ കൊടുക്കാൻ തുടങ്ങിയ പലപ്പോഴുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം. ഇത് തന്നെയാണ് രാഹുലിന്റെ കാലഘട്ടത്തിൽ നടന്നത്.
ഇപ്പോൾ സോണിയയുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നല്ലൊരു റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ഈ കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്തത് നമ്മളുടെ യൂണിയൻ കാർബൈഡ് ദുരന്തത്തിൽ അകപ്പെട്ട അല്ലെ അതിന് ഉത്തരവാദിയായ വാറൻ ആൻഡേഴ്സനെ പുറത്തുവിടാൻ സഹായിച്ചത് രാജീവാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ രാജീവിന്റെ കാലഘട്ടം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരുപക്ഷെ അത് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ് രാജീവ് ഗാന്ധി ഇത്ര ഗ്ലോറിഫൈഡ് ആയി പോയത്. ഇന്നത്തെ കാലത്തെ പറഞ്ഞ ഒരു പപ്പു, ഇന്നത്തെ രാഹുലിനെ വിളിക്കുന്നത് പോലെ മറ്റൊരു പപ്പു ആയിരുന്നു രാജീവ്. പക്ഷെ അന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് രാജീവിനെ ഗ്ലോറിഫൈഡ് ഇമേജിൽ കൂടി അവർ പ്ലേസ് ചെയ്യും. അപ്പോ ഈ ഇവിടെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ നമ്മുടെയാണ് എന്നവർ പറയുകയാണ്. ആഭാസകരമായ സമരത്തിൽ കൂടിയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോടും BJP-യോടും അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാണ് ഇവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം അവരുടെ അജണ്ടകൾ നടപ്പായില്ല. ഈ 2019 അവർക്ക് പറ്റിയൊരു അബദ്ധം. കാരണം 2019 നാം അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ അവർക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് അവര് ഇത് മിണ്ടാതെ. പക്ഷെ 2024 ആയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. 2019 അവർ വിചാരിച്ചു അവർ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചു. കാര്യം നോട്ട് നിരോധനവും GST അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് BJP എന്തായാലും തോറ്റുപോകും, ഞങ്ങൾ 2019 ശക്തമായി വരുമെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ 24 ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ മോദി തന്നെ വരികയുള്ളൂ. അവർ അതിന് ആരുടെയൊക്കെ സഹായം തേടിയെന്ന് വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാറ്റ് GPT, നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച ഗൂഗിളിന്റെ ചാറ്റ് GPTയുടെ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നില്ലേ? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് കേന്ദ്രീകൃതമായി നടത്തിയ വലിയ ഗൂഢാലോചന. എങ്ങനെയാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ ഇന്ത്യയിലെ പ്രിന്റ് വയർ പോലെയുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങൾ വഴി ഇന്ത്യ ആകമാനം വ്യാപിപ്പിച്ചത്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ കാലത്ത് 3500 ലേഖനങ്ങളുമായി KGB ഇന്ത്യയിൽ ചെയ്ത പ്രവർത്തനം. ഇത് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു നൈരന്തര്യമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന വലിയ ഒരു വൈദേശിക ഗൂഢാലോചനയുടെ ഭാഗം മാത്രമായിരുന്നു ഈ അടിയന്തരാവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നതിന് ഇന്ത്യയെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇത് കോൺഗ്രസിന്റെ ജീനാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ രക്തം. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ജന്മനാൽ അവരുടെ ഞരമ്പുകളിൽ കൂടി ഓടുന്ന രക്തം. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്നതിനെ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന സിദ്ധാന്തമല്ല. മറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു മാനസിക അവസ്ഥ എങ്ങനെയാണ് ഇന്ത്യൻ മനസ്സുകളിൽ നിന്ന് പോകേണ്ടത് എന്നാണ് നമ്മൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2014 മെയ് മാസം 18-ാം തീയതി നമുക്കറിയാം നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനോട് അനുബന്ധിച്ച് ബ്രിട്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗാർഡിയൻ ദിനപത്രം അവരുടെ എഡിറ്റ് പേജ് അവരൊരു എഡിറ്റോറിയൽ എഴുതി. എന്തായാലും ഗാർഡിയൻ ദിനപത്രം RSSന്റെ BJP-യുടെ ആണെന്ന് ആരും പറയുന്നുണ്ടോ. അതിന്റെ ആദ്യത്തെ 4 വരി മാത്രം ഞാൻ വായിക്കാം. ആ എഡിറ്റോറിയൽ പൂർണ്ണമായും വായിക്കുന്നില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ടുഡേ 18th May 2014 may well go down in history as the day when Britain finally left India. Narendra Modi's victory in the elections marks the end of a long era in which the structures of power did not differ greatly from those through which Britain ruled the subcontinent. India under the Congress party was in many ways a continuation of the British Raj by other means. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് പുറത്തിറങ്ങിയ ഗാർഡിയൻ ദിനപത്രം എഴുതിയ എഡിറ്റ് പേജിലെ അല്ലെങ്കിൽ എഡിറ്റോറിയലാണിത്. അവർ പറഞ്ഞിരിക്കുകയാണ് 2014 മെയ് 18 എന്ന ദിവസത്തെ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തും. എങ്ങനെ? ബ്രിട്ടൻ അവസാനമായി ഇന്ത്യ വിട്ട ദിവസം. ഗാർഡിയൻ ദിനപത്രമാണ് പറഞ്ഞത്, BJP അല്ല പറയുന്നത്. എന്തിൽ പറയാണ്? നരേന്ദ്രമോദി's victory in the elections marks the end of a long era in which the structures of power did not differ greatly from those through which Britain ruled the subcontinent. ബ്രിട്ടൻ എപ്രകാരമായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിച്ചിരുന്നത് അതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഭരണ സംവിധാനങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ അണ്ടർ ദ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് ഭരണത്തിലുള്ള ഇന്ത്യ എന്നുള്ളത് എന്തായിരുന്നു? വാസ് ഇൻ മെനി വേസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ബ്രിട്ടീഷ് രാജ് ഇൻ അതർ മീൻസ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടർച്ച മാത്രമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ് ഭരണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഇത്രയേറെ പ്രതിബന്ധങ്ങൾ, ഇത്രയേറെ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ 3 വരി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് പറഞ്ഞത് ഗാർഡിയൻ ദിനപത്രമാണ്. ഗാർഡിയൻ മോദിയുടെ സ്തുതിപാഠകരൊന്നുമല്ല.
എത്രയോ മോദി വിരുദ്ധ ലേഖനങ്ങൾ വരുന്ന ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം തന്നെയാണ് ഗാർഡിയൻ. പക്ഷെ അവര് സത്യസന്ധമായ അവരുടെ എഡിറ്റോറിയലാണ്. അവർ എഡിറ്റോറിയലൊന്നും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെ പോലെ അവരുടെ രാഷ്ട്രീയമൊന്നുമില്ല. അവർ സത്യസന്ധമായ കാര്യം എഴുതിയതാണ്. അപ്പോ നമുക്കൊക്കെ ഒരുപക്ഷെ സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് നാം ഇത്രയേറെ ചെയ്തിട്ടും നാം ഇങ്ങനെ പിന്നാക്കം പോയത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ മറുപടി. അതുകൊണ്ട് കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ അതേ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഈ 2024 നമ്മളോട് ആവശ്യപ്പെടുന്നത്. 1975 നിങ്ങൾ എങ്ങനെയാണ് ശാരീരികമായി ചെറുത്തു നിന്നത് ഈ ഭീകരതയെങ്കിൽ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ നമുക്ക് വേണ്ട ചെറുത്തുനിൽപ്പ് ബൗദ്ധിക തലത്തിലാണ്. എല്ലാ ദിവസവും നമ്മൾ നറേറ്റീവുകളുടെ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ വാർത്തകളുടെയും പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് ദയനീയത് എല്ലാവരും തിരിച്ചറിയണം. ഈ വരുന്ന വാർത്തകളെല്ലാം ഒരേ അച്ചിൽ നിന്ന് ഒരേ സെന്ററിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ കാർബൺ കോപ്പികൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഈ കാർബൺ കോപ്പികൾ കൊടുക്കുന്നത് ഒരു കേന്ദ്രമാണ്. അവർക്ക് എവിടെ നിന്നോ കിട്ടുന്നു, അവർ ഇന്ത്യയിൽ എല്ലായിടത്തും അത് സർക്കുലേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കുറെ അറസ്റ്റുകളൊക്കെ ഉണ്ടായത്. ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന വാർത്ത, ഈ ഓൺലൈൻ പ്രിന്റ്, വയർ, ഒത്തിരി ഉണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് അതിന്റെയൊക്കെ സഹോദര സ്ഥാപനങ്ങളെ കാണാം. പല പേരുകളിൽ നിങ്ങളുടെ ഫേസ്ബുക്കുകളിലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും ട്വിറ്റർ അക്കൗണ്ടുകളിലും ഒക്കെ വരുന്ന ഇത്തരം പുതിയ വാർത്താ ചാനലുകളെ നിങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാം ഇവരുടെയൊക്കെ സ്വഭാവം ഒന്നു തന്നെയാണ്. ഇതിനെല്ലാം ഒരു സ്പോൺസർ ഉണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാഷ്ട്രത്തെ അട്ടിമറിക്കാൻ, ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇവിടുത്തെ ഭരണവ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തന്നെ, അതുകൊണ്ടാണ് തുക്കടെ എന്ന മുദ്രാവാക്യം പോലും ഉണ്ടായത്. അല്ലെ, നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ആ മുദ്രാവാക്യം വിളിച്ചയാൾ ഇന്ന് എവിടെയാണ്? കോൺഗ്രസിലാണ് അയാളുടെ സ്ഥാനം. അല്ലെ, കോൺഗ്രസിൽ പറയുന്നത് ഭാരത് തേരി ബർബാദി തക് ജംഗ് കരേംഗെ.